നമസ്കാരം. പശ്ചിമേഷ്യയിലെ യുദ്ധം അതിൻ്റെ ഏറ്റവും ഭയാനകമായ ഒരു തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ യുദ്ധം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്നത് സൈനിക താവളങ്ങളും ടാങ്കുകളും വിമാനങ്ങളും തമ്മിലുള്ള പോരാട്ടമാണ്. എന്നാൽ ഇന്ന് ഇസ്രായേലും ഇറാനും തമ്മിൽ നടക്കുന്നത് കേവലം ഒരു സൈനിക യുദ്ധമല്ല, മറിച്ച് അതൊരു സാമ്പത്തിക യുദ്ധത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന വാർത്തകൾ ലോകത്താകെ ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നു. ഇസ്രായേലിലെ അതിപ്രധാനമായ അഡാമ കീടനാശിനി പ്ലാന്റിന് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു. അത് കേവലം ഒരു ഫാക്ടറി തകരുന്നത് മാത്രമല്ല, ഇസ്രായേലിന്റെ ഭക്ഷണ ശൃംഖലയെയും കാർഷിക മേഖലയെയും മുട്ടുകുത്തിക്കാനുള്ള കൃത്യമായ പ്ലാനിംഗ് ആണ്. അതിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഇസ്രായേലിന്റെ അഭിമാനമായ ഹൈഫ തുറമുഖവും അവിടുത്തെ എനർജി ഹബും ആക്രമിക്കപ്പെട്ടത്. എന്താണ് ടെഹ്റാന്റെ ഈ പുതിയ തന്ത്രം? ഇസ്രായേലിന്റെ ആഭ്യന്തര സുരക്ഷയെ ഇത് എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് ഈ അഡാമ പ്ലാന്റിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് അല്ലെങ്കിൽ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കാം. എന്തുകൊണ്ടാണ് ഇറാൻ ഒരു കീടനാശിനി പ്ലാന്റിനെ ലക്ഷ്യം വെച്ചത്? ഇസ്രായേൽ എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ മാതൃകയായ കാർഷിക സാങ്കേതിക വിദ്യയുള്ള രാജ്യമാണ്. കുറഞ്ഞ വെള്ളവും കുറഞ്ഞ സ്ഥലവും ഉപയോഗിച്ച് അവർ നടത്തുന്ന കൃഷിക്ക് ആവശ്യമായ കീടനാശിനികളും വളങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിൽ അഡാമ പ്ലാന്റ് വലിയ പങ്കാണ് വഹിക്കുന്നത്. മിസൈൽ ആക്രമണത്തിൽ അവിടുത്തെ വെയർഹൌസുകളും കോടിക്കണക്കിന് രൂപ വില വരുന്ന മെഷീനറികളും നശിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു രാജ്യം യുദ്ധത്തിലായിരിക്കുമ്പോൾ ആ രാജ്യത്തെ ജനങ്ങൾക്ക് കൃത്യമായി ഭക്ഷണം ലഭിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. കാർഷിക ഉൽപാദനം കുറഞ്ഞാൽ സ്വാഭാവികമായും ഭക്ഷണ സാധനങ്ങളുടെ വില കുതിച്ചുയരും. അത് ജനങ്ങൾക്കിടയിൽ അസംതൃപ്തി ഉണ്ടാക്കും. ഇസ്രായേലിന്റെ സൈനിക ശക്തിയെ തകർക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഇസ്രായേലിന്റെ ആഭ്യന്തര സമാധാനം തകർക്കാനാണ് ഇത്തരം വ്യവസായ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുന്നതിലൂടെ ഇറാന് സാധിക്കുന്നത്. ഇനി നമുക്ക് ഹൈഫയിലേക്ക് വരാം. ഇസ്രായേലിന്റെ ഗേറ്റ് വേ എന്നാണ് ഹൈഫ അറിയപ്പെടുന്നത്. ഇസ്രായേലിലേക്ക് വരുന്ന കപ്പലുകൾ, ഇന്ധനം, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവയുടെ പ്രധാന കേന്ദ്രമാണ് ഇത്. അവിടുത്തെ എനർജി ഹബിന് നേരെ നടന്ന ആക്രമണം ഇസ്രായേലിന്റെ പവർ ഗ്രിഡിനെ പോലും ബാധിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. ഒന്ന് ചിന്തിച്ചാൽ, ഒരു വശത്ത് റോക്കറ്റുകൾ വന്നു വീഴുന്നു, മറുവശത്ത് രാജ്യത്തിന്റെ പ്രധാന വ്യവസായങ്ങൾ നിശ്ചലമാകുന്നു, വൈദ്യുതി മുടങ്ങുന്നു, ഇന്ധനക്ഷാമം വരുന്നു. ഇത് ഇസ്രായേലിന്റെ വ്യാവസായിക ഉൽപാദനത്തെ 20 മുതൽ 30% വരെ കുറയ്ക്കാൻ കാരണമാകും. ഈ രീതിയിലുള്ള പ്ലാനിംഗ് ഇറാൻ നടത്തുന്നത് ഇസ്രായേലിനെ സാമ്പത്തികമായി പാപ്പരാക്കാനാണ്. ഒരു വശത്ത് ഹിസ്ബുള്ളയും ഹമാസും അതിർത്തിയിൽ സമ്മർദ്ദം ചെലുത്തുമ്പോൾ, മറുഭാഗത്ത് ഇസ്രായേലിന്റെ ഉള്ളിലെ സാമ്പത്തിക സ്രോതസ്സുകൾ തകർക്കുക എന്നതാണ് ടെഹ്റാന്റെ പുതിയ ശൈലി. എന്താണ് ഈ ഹോം ഫ്രണ്ട് പ്രഷർ? ഏതൊരു രാജ്യത്തിന്റെയും ശക്തി അവിടുത്തെ ജനങ്ങളുടെ പിന്തുണയാണ്. സാധാരണ യുദ്ധങ്ങളിൽ ഒരു രാജ്യത്തിന്റെ സൈന്യത്തെയാണ് ആക്രമിക്കുക. എന്നാൽ ഇറാൻ ഇപ്പോൾ ചെയ്യുന്നത് ഇസ്രായേലിലെ സാധാരണക്കാരന്റെ ജീവിതത്തെ ബാധിക്കുന്ന ഇടങ്ങളെ ആക്രമിക്കുക എന്നതാണ്. ജനങ്ങൾക്ക് വൈദ്യുതി ലഭിക്കാതിരിക്കുക, ഭക്ഷണ സാധനങ്ങളുടെ വില ഇരട്ടിയാകുക, വ്യവസായങ്ങൾ പൂട്ടുന്നത് വഴി ജോലി നഷ്ടപ്പെടുക. ഈ സാഹചര്യങ്ങൾ ഉണ്ടായാൽ ജനങ്ങൾ സർക്കാരിനെതിരെ തെരുവിലിറങ്ങും. ഒരു രാജ്യത്തെ പരാജയപ്പെടുത്താൻ ആ രാജ്യത്തെ ജനങ്ങളെ കൊണ്ട് തന്നെ സർക്കാരിനെ വിചാരണ ചെയ്യിക്കുക എന്ന തന്ത്രമാണ് ഇതിനു പിന്നിൽ. ഇതിനെ അട്രീഷൻ വാർഫെയർ എന്നാണ് വിളിക്കുന്നത്. ഇസ്രായേലിന്റെ അയൺ ഡോം പോലും ഇത്തരം നൂറുകണക്കിന് ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ തടയാൻ പാടുപെടുകയാണ്. യുദ്ധം നീണ്ടുപോകുമ്പോൾ സാധനങ്ങളുടെ വില കൂടുകയും തൊഴിലില്ലായ്മ വർദ്ധിക്കുകയും ചെയ്താൽ ജനങ്ങൾ സർക്കാരിനെതിരെ തിരിയുമെന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. ഇസ്രായേലിൽ ഇതിനോടകം തന്നെ സർക്കാരിനെതിരെ പലവിധ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ ഒരു സാമ്പത്തിക തകർച്ച കൂടി വന്നാൽ ഇസ്രായേൽ ഭരണകൂടം വലിയ പ്രതിസന്ധിയിലാകും. ഇറാൻ ലക്ഷ്യം വെക്കുന്നത് ഇസ്രായേലിനെ സൈനികമായി പരാജയപ്പെടുത്തുക എന്നതിലുപരിയായി അവരെ അകത്തുനിന്ന് തളർത്തുക എന്നതാണ്. വിദേശ കമ്പനികൾ ഇസ്രായേലിൽ നിക്ഷേപം നടത്താൻ ഭയപ്പെടണം, ടൂറിസം മേഖല തകരണം. അങ്ങനെ ഒരു മൾട്ടി ലെവൽ അറ്റാക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇസ്രായേലിന് മാത്രമല്ല, ലോക വിപണിയെയും ബാധിക്കാൻ പോകുന്ന ഒന്നാണ്. കാരണം പശ്ചിമേഷ്യയിലെ അസ്ഥിരത എപ്പോഴും ആഗോള എണ്ണവിലയെയും വ്യാപാരത്തെയും സ്വാധീനിക്കാറുണ്ട്. നമ്മൾ അഡാമ പ്ലാന്റിനെ കുറിച്ചും ഹൈഫയെ കുറിച്ചും പറഞ്ഞു. എന്നാൽ ഇതിന്റെ ആകെത്തുക പരിശോധിച്ചാൽ ഇസ്രായേൽ നേരിടുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ആഘാതമാണ്. യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇസ്രായേലിലെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കിയാലോ. GDPയിലെ ഇടിവാണ് ഏറ്റവും ആദ്യത്തേത്. യുദ്ധത്തിന്റെ ആദ്യ മാസങ്ങളിൽ തന്നെ ഇസ്രായേലിന്റെ സാമ്പത്തിക വളർച്ചയിൽ ഏകദേശം 20% വരെ ഇടിവുണ്ടായതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു രാജ്യം യുദ്ധം ചെയ്യുമ്പോൾ അവരുടെ ഉൽപാദന മേഖല നിശ്ചലമാകുന്നു. ആയിരക്കണക്കിന് യുവാക്കൾ ജോലി ഉപേക്ഷിച്ച് യുദ്ധമുന്നണിയിലേക്ക് പോകേണ്ടി വന്നതോടെ IT മേഖലയും കൺസ്ട്രക്ഷൻ മേഖലയും വലിയ പ്രതിസന്ധിയിലാണ്. ടൂറിസം മേഖലയുടെ അന്ത്യമാണ് രണ്ടാമത്തേത്.
ഇസ്രായേലിന്റെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം ടൂറിസത്തിൽ നിന്നായിരുന്നു. എന്നാൽ ഇന്ന് അവിടുത്തെ ഹോട്ടലുകളും വിമാനത്താവളങ്ങളും ഏതാണ്ട് വിജനമാണ്. വിദേശ വിമാന കമ്പനികൾ സർവീസ് നിർത്തിവെച്ചതും ഇൻഷുറൻസ് തുക കുത്തനെ കൂടിയതും ഇസ്രായേലിനെ ഒരു ഐസൊലേറ്റഡ് ഐലൻഡ് പോലെയാക്കി മാറ്റിയിരിക്കുകയാണ്. മറ്റൊന്ന് ഹൈടെക് മേഖലയിലെ തകർച്ചയാണ്. ഇസ്രായേലിന്റെ കയറ്റുമതിയുടെ പകുതിയിലധികം ഹൈടെക് ഉൽപ്പന്നങ്ങളാണ്. ഗൂഗിൾ, ആപ്പിൾ, ഇന്റൽ തുടങ്ങിയ കമ്പനികൾക്ക് അവിടെ വലിയ കേന്ദ്രങ്ങളുണ്ട്. എന്നാൽ മിസൈൽ ഭീഷണി നിലനിൽക്കുന്ന ഒരിടത്ത് സുരക്ഷിതമായി ജോലി ചെയ്യാൻ കഴിയില്ല എന്നത് നിക്ഷേപകരെ പിന്നോട്ട് വലിക്കുന്നു. പുതിയ സ്റ്റാർട്ടപ്പുകൾ ഇസ്രായേൽ വിട്ട് അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും മാറുകയാണ്. ഇനി നാലാമതായി പറയുന്നത് ബജറ്റ് കമ്മിയും യുദ്ധച്ചെലവുമാണ്. ഓരോ ദിവസവും യുദ്ധം ചെയ്യാൻ ഇസ്രായേൽ ചിലവാക്കുന്നത് കോടിക്കണക്കിന് ഡോളറാണ്. ഇതിനു പുറമെ വ്യവസായശാലകൾ തകരുമ്പോഴുണ്ടാകുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടം അത് വേറെയും. ഇതിനോടകം തന്നെ ഇസ്രായേലിന്റെ ക്രെഡിറ്റ് റേറ്റിംഗ് ആഗോള ഏജൻസികൾ കുറച്ചു കഴിഞ്ഞു. ഇതിനർത്ഥം ലോക വിപണിയിൽ നിന്ന് കടമെടുക്കുന്നത് അവർക്ക് കൂടുതൽ പ്രയാസകരമാകുമെന്നാണ്. ചുരുക്കത്തിൽ ഇറാന്റെ മിസൈലുകൾ ലക്ഷ്യം വെക്കുന്നത് കെട്ടിടങ്ങളെ മാത്രമല്ല, ഇസ്രായേലിന്റെ ഭാവിയിലെ സാമ്പത്തിക ഭദ്രതയെ കൂടിയാണ്. ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് രാജ്യം നീങ്ങുകയാണ് എന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അവസാനമായി നമുക്ക് നോക്കാനുള്ളത് ഇസ്രായേൽ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നതാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങളുള്ള ഇസ്രായേലിന് പോലും ഇത്തരം മിസൈൽ ആക്രമണങ്ങളെ 100% തടയാൻ കഴിയുന്നില്ല എന്നത് ഗൗരവകരമായ കാര്യമാണ്. വരും ദിവസങ്ങളിൽ ഇസ്രായേൽ തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ വ്യവസായ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഈ നീക്കം യുദ്ധത്തിന്റെ ഗതി മാറ്റുകയാണ്. ഇതൊരു ചെറിയ തർക്കമല്ല, മറിച്ച് പശ്ചിമേഷ്യയുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ പോരാട്ടത്തിന്റെ തുടക്കമാണ്. ഇസ്രായേലിന്റെ കൃഷിയും വ്യവസായവും തകർക്കാൻ ഇറാൻ നടത്തുന്ന ഈ നീക്കങ്ങൾ വിജയിക്കുമോ, അതോ ഇസ്രായേൽ അതിനെ മറികടക്കുമോ? നമുക്ക് കാത്തിരുന്നു കാണാം.